നമ്മൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താണെന്നുള്ളത് കാണണമെങ്കിൽ എൻ്റെ പുറകെ വരൂ. നമ്മുടെ മരം വെട്ടിവിട്ട സ്ഥലമാണത്. ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ പറിക്കാൻ പോവാം. സാധനം വേറൊന്നുമല്ല, ഈ സാധനമാണ്. നമ്മളിത് പറിച്ചെടുക്കാൻ പോവാം. ഇത്രയും കൂടെ ചെറിയ പാത്രം എടുക്കാൻ വയ്യായിരുന്നു. പണ്ടില്ലേ ഈ ചക്ക തിന്നാൻ വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാവാ, പണ്ടൊക്കെ ഈ ചക്ക പറിക്കാനായിട്ടൊക്കെ ഒന്നും ആരും അങ്ങനെ നടക്കത്തില്ലായിരുന്നല്ലോ. നമ്മുടെ മറ്റേ ചക്ക പോലെ അത്ര പോസിബിൾ അല്ലായിരുന്നു ഈ ചക്കയുടെ ഇത്. കണ്ടോ, അപ്പോൾ നമുക്കിത് വെച്ചിട്ട് വരാം. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ആഞ്ഞിലി മരം വെട്ടിയതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഈ കിടക്കുന്നത്. അപ്പം നമുക്കിതുകൊണ്ട് വെച്ചിട്ട് വരാം. അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുത്തുകൊണ്ട് വന്നാൽ കുറേ അധികം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് മറ്റേ വലിയ ചക്കയേക്കാളും എനിക്ക് ഈ കുരുള്ള ഈ കുഞ്ഞു ചക്കയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇത് പറിച്ചു തരാനൊക്കെ പറഞ്ഞാൽ ആരും പറിച്ചു തരത്തില്ല. കാരണം വലിയ മരത്തിൽ കുഞ്ഞു കുഞ്ഞാന്ന് പിടിച്ച് കിടക്കുന്നതല്ല ഈ ചക്ക. ഇത് പറിക്കാനൊന്നും ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്കിത് വെച്ചിട്ട് വരാം, കാണാം. എന്നിട്ട് അപ്പം നമ്മൾ പറിച്ച് വെച്ച ചക്കയെല്ലാം കൂടെ പൊളിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഓരോരോ ചക്ക എടുത്ത് പൊളിക്കുന്നത് ഒരു ടാസ്ക്കാണ്. എന്തായാലും ഞാനതങ്ങേട്ട് എടുത്തു. കാരണം പൊളിക്കുന്ന കൂട്ടത്തിൽ ഓരോന്നേരോന്നെ കഴിക്കാനും കൂടെ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ചക്കയെല്ലാം പൊളിച്ച് ആ കൂട്ടത്തിൽ കഴിക്കുകയും കൂടെ ചെയ്യുവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ചക്ക പറിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് തൊട്ടേ ഞാൻ കൊതിച്ച് തരുന്നൊരു കാര്യമായിരുന്നു ഇത്. അപ്പോൾ എനിക്കതിപ്പോൾ സാധിച്ചു. മരം വെട്ടിയപ്പോഴാണെങ്കിലും കുറേ മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ പണി കിട്ടിയെങ്കിലും നമുക്കിഷ്ടം പോലെ ചക്ക കഴിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്നാലും വർഷാവർഷം ഈ ചക്ക ഉണ്ടാകുന്ന ആ ഒരു ഇത് ഉണ്ടാവില്ലല്ലോ. എങ്കിലും ഇതിൻ്റെ ഫ്ലഷിന് നല്ല ടേസ്റ്റാണ്. കുറച്ചേ ഉള്ളൂ എങ്കിലും നമുക്ക് ഭയങ്കര ടേസ്റ്റ് വൈസ് ഭയങ്കര സൂപ്പറാണ്. പറയുന്ന കൂട്ടത്തിൽ കഴിക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ബാക്കിയും കൂടെ പൊളിച്ച് പാത്രത്തിലോട്ട് ഇടാവേ. അപ്പം വീഡിയോ എടുക്കാണ്ടിരിക്കുന്നവരും ചുറ്റിനിരിക്കുന്നവരും എന്നെ കണ്ട് കൊതിക്കുകയാണ്. എന്നെ കണ്ടല്ല, ചക്ക കണ്ടു. അപ്പം ഇത്രയൊക്കെ ഇരിപ്പുണ്ടെങ്കിലും മറ്റൊരാൾ കഴിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. കൊള്ളാം, ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അടുത്ത ബാക്കി കുരു എല്ലാം കൂടെ തൂത്തുവാരി എവിടെയെങ്കിലും വിടാനാണ് അച്ഛൻ പറയുന്നത്. കാരണം എങ്ങാനും കുരു കിളുത്ത് ചക്ക ആഞ്ഞിലി ചക്ക മരമായാലോ. നമുക്ക് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ തോന്നും. സഖിയിട്ടിട്ട് ക്യാമറാമാനും കൊടുത്തു കേട്ടോ ചക്കയെ. പൂച്ചയും സ്വത്ത് തരുന്നില്ല. പൂച്ചയ്ക്കും ചക്ക വേണമെന്ന് പറഞ്ഞു നമുക്ക്. ഇത് വേണം. ഇതിൻ്റെ കുരുവാണേ. ഒന്ന് ചിലതിലൊക്കെ ഒന്നും കായ് കുറവാണ്. ചിലതിലൊക്കെ കൂടുതൽ കായകൾ, ചിലതിലൊക്കെ കായ് അധികം ഇല്ല. അതിൽ കുറവാണ് കായ്.
ഇതിൽ നല്ല കായുണ്ട്. ചിലത് വലിയ കായാണ്, ചിലത് കുഞ്ഞു കായാണ്. നല്ല പഴുപ്പായിരുന്നു. ചാമ്പി ചേമ്പിനെ പൊളിച്ച് തന്നെയാണ് ശ്രീജ, പൊളിച്ചിടാൻ പോയാണെന്ന് ഞാൻ ഓർത്തു. വക്കാനിക്ക് ചപ്പിക്കാമെന്ന് പറഞ്ഞാൽ തീറ്റിക്ക് കുറവൊന്നുമില്ല. ഇതൊക്കെ പഴുത്ത് വരുന്നതേ ഉള്ളൂ, കുറച്ച് വാടിപ്പഴുത്താണ് തോന്നുന്നതൊക്കെ. ചിലതൊക്കെ വാടിപ്പഴുത്ത് താഴെ കിടന്നേ. അപ്പം എന്നെക്കൊണ്ടാകുന്ന പോലെ ഞാനിത് പൊളിച്ച് അതേപോലെ ചക്കയൊക്കെ പൊളിക്കുന്നതൊരു ടാസ്ക്കാണ്. പിന്നെ ഓവറായിട്ട് ആകണ്ട. ഉറുമ്പൊക്കെ കയറിയിട്ടുണ്ട് ഇതിൽ, മധുരപ്പുള്ളം ഉണ്ടാവുന്നത്. ഇത് നല്ല ഉറുമ്പുണ്ട്. അപ്പം നമ്മുടെ ഈ ചക്കയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.